അയ്യോ ഞാന് ഇങ്ങനെ മൂളിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിർത്തി. ഇന്നും അവള് ഒരു സാധനം മുള്ളിട്ട് അത് കറക്റ്റ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അത് കറക്റ്റ് ആയിരുന്നു, വളരെ കറക്റ്റ് ആയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. നമ്മൾ ഈ സംഗതി ഒന്നും കറക്റ്റ് ആയിട്ടല്ലായിരിക്കും പാടും, പക്ഷെ ഇവരുടെ കൂടെ കൂടിയപ്പം എല്ലാം അവര് കറക്റ്റ് ആയിട്ടേ പാടും. സോ അതുകൊണ്ട് നമ്മൾക്കൊരു ഇങ്ങനെ മൂളുമ്പോഴും ഞാനിങ്ങനെ കറക്റ്റ് ആയിട്ട് മൂളണം. കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ് സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാണ്. അത്തം 10 അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ കിട്ടും. എനിക്ക് ചത്തു ചത്തു ഇതെല്ലാരും എപ്പോഴും പറയുന്നതാ. 9-നും അല്ല 11-നും. അത്തം 10 അത്തം 10 ഓണം 9. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര കത്തും. എനിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം പഴയ മലയാളം സിനിമ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സംതിങ്. അപ്പൊ എനിക്ക് കാക്കക്കുയിലൊക്കെ ആ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പഴയ മലയാളം സിനിമ. സോ ഹി പുട്ട് എക്സാക്ട് സീൻസ് ഓൺ TV ആൻഡ് ദെൻ എനിക്ക് ഉള്ള ആഹാരവും പ്രോട്ടീൻ ഷേക്കും അതും ഇതും എല്ലാം സെറ്റ് ആക്കി സൈഡിൽ വെച്ചു, പുതപ്പ് വരെ സെറ്റ് ചെയ്ത് വെച്ചു. സോ ഞാൻ ജസ്റ്റ് കയറി ഇരിക്കുക, കഴിക്കുക, കാണാൻ. ഞാൻ വിചാരിച്ചു വാവ്, ഇറ്റ് ഈസ് സോ റൊമാൻറ്റിക്. അതെനിക്ക് ജസ്റ്റ് ഇൻ ജനറൽ എനിക്ക് ആ ഒരു സഡൻലി ഒരു പീസ് ഓഫ് മൈൻഡ് വരുമല്ലോ. நம் தோளில் தாலாட்டும் நல்வேளை இவன் மார்பில் இளமானின் விழிசாயும் மணநாளோ. ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സുന്ദരി നീയും സുന്ദരൻ ഞാൻ എന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്ന ഇന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കപ്പിളാന്ന് നോക്കിക്കേ. ഹാപ്പി ഓണം. നിങ്ങളുടെ ഫസ്റ്റ് ഓണമാണ് അല്ലേ? സോ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും. ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ അത് ഏത് ജാതിയിലുള്ളവർക്കാണെങ്കിലും ഓണം എന്ന് പറയുമ്പോൾ അതൊരു ആഘോഷം തന്നെയാണ് അല്ലേ? സോ നിങ്ങളുടെ ഓണം എന്തൊക്കെയാണ്? ഇപ്പൊ സ്നേഹ ഭയങ്കര വെൽ പ്ലാൻഡിന്റെ ആളാണ്, അതുകൊണ്ട് ഒരു സ്നേഹയുടെ അടുത്ത് ആദ്യം ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാധാരണ എപ്പോഴും അച്ഛനും അമ്മയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലോ ചെയ്യാറ്. ഇപ്പൊ വേറൊരു അച്ഛനും അമ്മയും ഉണ്ട് ഇവിടെ, അപ്പൊ അങ്ങോട്ട് പോകും. അവിടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും എന്താ ആഹാരത്തിന്റെ കാര്യത്തിൽ നല്ല സുഖമാണ്. എന്റെ അമ്മയമ്മ വളരെ നല്ല കുക്കാണ്, അമ്മുമ്മയും വളരെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു സദ്യ അവിടെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. മകളുടെ വക കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല സദ്യ ഐറ്റത്തിലേക്ക്? ഞാൻ ഉണ്ടാവും, ഞാൻ ഇലയൊക്കെ കഴുകി വെച്ച് വിളമ്പാനുണ്ടാവും. കൂടുതലോ? നിങ്ങളിൽ ആരാണ് പാർട്ടിസിപ്പേഷൻ ഏറ്റവും നല്ലത്? ഈക്വലി ഗുഡ് ആണോ? ഈക്വലി ബാഡ് ആണ്. ബാഡ് ആണോ? പിന്നെ ഒരു കാര്യമില്ല. എന്താണ് ഈറ്റിംഗ് ആണ് ഇഷ്ടം. എന്തൊക്കെയാണ് അരവിന്ദന്റെ ഓണം പ്ലാൻ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഷോ ഉണ്ട്, അതാണ് എന്റെ മെയിൻ പ്ലാൻ. പിന്നെ ഓൾവേസ് ട്രിവാൻഡ്രത്ത് ഓണം ഷോ എന്ന് പറഞ്ഞ ഒരു ഹരം തന്നെയാണ്, ഹോം ക്രൗഡ് ആണ്. സോ ഐ ലവ് പെർഫോമിങ് ഹിയർ. അതല്ലാണ്ട് വീട്ടിലത്തെ സദ്യ. കഴിഞ്ഞ വർഷം ഐ തിങ്ക് അങ്കിളും ആന്റി ഉണ്ടായിരുന്നു, ഇൻലോസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫാമിലിയിലത്തെ അമ്മയുടെ ഫാമിലി വാസ് ഓൾസോ ഹിയർ. അമ്മയുടെ 3 ചേട്ടന്മാരും ഭാര്യമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ദേ ഓൾ കെയിം ഓവർ ടു ഹെർ പ്ലേസ്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. പൊതുവെ ഓണത്തിന്റെ ഡേ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അരവിന്ദന്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? അന്നത്തെ ഡേ വീട്ടിലൂടെ എല്ലാവരുടെയും കൂടി ഇരിക്കണം, സോ അന്ന് പ്രോഗ്രാം എടുക്കണ്ട, അങ്ങനെയാണോ? പ്രോഗ്രാം ആണ് വലുത്, അതുകൊണ്ട് പ്രോഗ്രാം അല്ല. പൊതുവെ ഞാൻ വളരുമ്പോ അച്ഛൻ പൊതുവെ ഇങ്ങനത്തെ മെയിൻ ഈ സെലിബ്രേഷൻസിനൊന്നും ഉണ്ടാവാറില്ല, കാരണം അച്ഛൻ എപ്പോഴും പ്രോഗ്രാം ആണ്. സോ ഐ എം യൂസ്ഡ് ടു ദാറ്റ്. അപ്പൊ എനിക്ക് അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നല്ല, ദിസ് ഇസ് മൈ ജോബ്. സോ ഇത് സൈഡിൽ നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ ജോലിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടെ കൂടുതലും ഷോയും പരിപാടികളൊക്കെ വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ആഘോഷം, പേഴ്സണൽ ലൈഫിലുള്ള ഹാപ്പിനെസ് പലതും ഈ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലേ? പക്ഷെ അത് യൂസ്ഡ് ആയതുകൊണ്ട് അതിന് ആ രീതിയിൽ അരവിന്ദ് എടുക്കണോ? പക്ഷെ സ്നേഹിക്കോ? എനിക്ക് ഇതുവരെ ആക്ച്വലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നിട്ട് ഇപ്പൊ ഒരു 4 വർഷം ആവുന്നു. ഒരു ന്യൂ ഇയർ പോലും
അരവിന്ദിലൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഷോയില്ല, എവറി ടൈം ഹീസ് ട്രാവലിംഗ് സംവെയർ. അപ്പൊ അതുകൊണ്ട് ഐ എം യൂസ് ടു ദിസ് ബൈ നൗ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും, അതിന്റെ 2 ദിവസം മുമ്പേ സെലിബ്രേറ്റ് ചെയ്യും എന്താണെങ്കിലും. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ ഡേ അവൈലബിൾ അല്ലെങ്കിൽ അതിന്റെ തലേദിവസം നമ്മുടെ മാത്രമായിട്ടുള്ള ഓണം, നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു ന്യൂ ഇയർ അങ്ങനെ സെലിബ്രേറ്റ്. നോ മോർ കംപ്ലൈന്റ്സ്. അതായത് അഡ്ജസ്റ്റഡ് ആയി പോകുന്നത്. അങ്ങനെ ഒരാളെ ഇതാവുക എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഷോ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് എല്ലാവർക്കും എപ്പോഴും അത് മനസ്സിലാവുന്നില്ല. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ആ പെർട്ടിക്കുലർ ഡേ അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു ചാം അത് വേറെ തന്നെയാണല്ലോ അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പൊ ചിലര് എത്രയാന്ന് പറഞ്ഞാൽ ചിലപ്പം പതുക്കെ കംപ്ലൈന്റ് ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്യും. ഒരു തവണ പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു, പക്ഷെ എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് വൈഫാണ്. അല്ല, that makes sense. അതാ നമ്മൾ ആ സീസൺ വെയിറ്റ് ചെയ്യും. നമ്മൾ ആ സീസണിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വർക്ക് നമുക്ക് എത്ര ആർട്ടിസ്റ്റിക്കലി നമുക്കും അത് ഫ്യൂൽ ആണല്ലോ. അപ്പൊ അതിനെ നമുക്ക് മിസ് ചെയ്യുന്നത് ബിഗ് ലോസ്. ഈവൻ വാച്ചിങ് ഹിം ഞാൻ ഷോയിലില്ലെങ്കിലും സ്റ്റോറീസ് ത്രൂ വാച്ചിങ് ഹിസ് പെർഫോമൻസ് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ എം ലൈക്ക് അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് ഹാപ്പനിങ്. ആർട്ടിസ്റ്റിക്കലി ഇറ്റ്സ് എ ലവ്ലി തിങ് ടു ബി പെർഫോമിങ്. ഗ്രേറ്റ്. അപ്പൊ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ? പൊതുവെ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ആ ഫെസ്റ്റിവലൊക്കെ വരുമ്പോ ഇപ്പൊ അരവിന്ദിന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ദാറ്റ്സ് അങ്ങനെ പോണു. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ന്യൂലി മാരീഡ് കപ്പിൾ എന്നുള്ള രീതിയിൽ സെലിബ്രേഷൻസ് എങ്ങനെയായിരിക്കും അത്? നമ്മൾ അങ്ങനെ ഈ ഓണം ഒക്കെ വരുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഒരു സദ്യ കഴിക്കുന്നത്. സോ ആ വർഷത്തിൽ 1-2 പ്രാവശ്യം വിഷുവിനും ഓണത്തിനും ഒക്കെയാണ് സദ്യ. കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ സദ്യ കഴിക്കാറുള്ളൂ. സോ ആ ഒരു സദ്യ എലിമെന്റ് ഇസ് ഓൾവേസ് എക്സൈറ്റിംഗ്. അതല്ലാതെ ഓണത്തിന്റെ പ്ലാൻസ് ഇപ്പൊ ഈ ഒരു സ്റ്റുഡിയോയും കൂടെ തുടങ്ങിയേക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞാനൊരു പുതിയ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ, പിലാറ്റീസ് സ്റ്റുഡിയോ. ഇറ്റ്സ് കോൾഡ് സെറനിറ്റി പിലാറ്റീസ്. കൗഡിയാർ ആണുള്ളത്. ഇപ്പൊ അതിന്റെ ഒരു ബേബിയാണ്. അപ്പൊ അതിന്റെ ഒരു 2 months ആയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ അതിന്റെ ഫോക്കസിൽ ഇങ്ങനെ പോയിക്കോട്ടെ. ഡിസംബറിൽ കല്യാണം കഴിഞ്ഞു. ഇതിന്റെ തന്നെ വർക്ക് അത് കഴിഞ്ഞിട്ട് ഫെബ് മാർച്ച് തൊട്ട് ഷീസ് ബീൻ ബിഹൈൻഡ് ദാറ്റ്. ലോൺ എന്റെ പിന്നാലെ തന്നെയാണ്. ട്രെയിനറും കൂടെയാണ്. പിന്നെ ഫുൾ ബിസി ആയിരിക്കുമല്ലോ. അതെ, ഫുൾ ബിസിയാണ്. അതിന്റെ അവിടുത്തെ എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്. ജാനിറ്റർ വരെ ഓൾമോസ്റ്റ് ഞാൻ, മാനേജർ നമ്മുടെ സ്ഥാപനമാകുമ്പോ. അതെ. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് 1 day break. ഫസ്റ്റ് ഓഫ് ഓൾ ഓണം ആവുമ്പോ ആ ഒരു ദിവസം നമ്മൾ ഓഫ് എടുക്കും ആൻഡ് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. എനിക്കും അതൊരു റിലാക്സേഷൻ ആണ്. എല്ലാത്തിനെയും ഒന്ന് വിട്ട് നിൽക്കാം. അതാണ് ഈ വർഷത്തെ പ്ലാൻ. അൺടിൽ ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് എന്റെ പേരൻസിനെ കാണാൻ പറ്റും. അവര് നാട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പൊ ഈ വർഷം അവര് വരുന്നില്ല. അവരെന്റെ അനിയത്തിയുടെ അടുത്ത് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഫാമിലിയുടെ കൂടെ ആയിരിക്കും ഈ പ്രാവശ്യം. അല്ല, പൊതുവെ ഓണം എന്നല്ല ഞാൻ ചോദിക്കണേ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പം ആ ഒരു സെലിബ്രേഷൻ മൂഡ് ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക്? അതെ, ഉണ്ടാവാറുണ്ട്. രണ്ടുപേരും സ്ഥലത്തുണ്ടെങ്കിൽ വി ഡെഫിനറ്റ്ലി വി സെലിബ്രേറ്റ്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. വി സെലിബ്രേറ്റ് വിത്ത് ദം. അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ ആയിരിക്കും. ഒന്നും മിസ് ചെയ്യാറില്ല. എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. പ്രത്യേകിച്ചും കല്യാണത്തിന് 1 വർഷം മുമ്പ് തന്നെ സാധാരണ ആൾക്കാർ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ടയേർഡ് ആവും. അല്ലെങ്കിൽ അന്ന് എല്ലാവർക്കും ഒരു ഇനി കുറച്ച് സമയം റിലാക്സ് ചെയ്യണം എന്ന് പറയും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ് അരവിന്ദ് തന്നെ പറയണത്, ഞാൻ എൻജോയ് ചെയ്തു എന്റെ കല്യാണം. അരവിന്ദ് പറഞ്ഞു അത് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയതിന്റെ റീസൺ ഇദ്ദേഹമാണ്. സ്നേഹം. യെസ്, ഭയങ്കര പ്രീ പ്ലാൻ ചെയ്ത് ഓരോന്ന്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ സ്നേഹ ആദ്യം ആവശ്യപ്പെട്ടത് എനിക്ക് സമയം വേണം. യു ആർ സോ റൈറ്റ്. അത് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഞാനിത് ഇങ്ങനെ അവര് വീട്ടിലെല്ലാവരും നമ്മൾ ഒരുമിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അവരിങ്ങനെ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നത് വെയിറ്റ്, എനിക്ക് ബാക്ക്വേർഡ് വർക്ക് ചെയ്യണം. അതായത് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് ബാക്ക്വേർഡ് വർക്ക് ചെയ്ത് അറിയണം എത്ര ടൈം ഉണ്ട്, എന്തെല്ലാം എപ്പോ തീർക്കണം. സോ ഞാനൊരു 1 year പ്ലസ് മുമ്പേ തന്നെ ഞാൻ വെന്യൂസ് വരെ ബുക്ക് ചെയ്ത്. അപ്പൊ അത്രയ്ക്കും പ്ലാൻഡ് ആയിട്ട് പോയത് കൊണ്ട് എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അത് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇത്ര പ്രോപ്പർ ആയിട്ട് ഓരോന്നും പ്ലാനിങ് ചെയ്യാനായിട്ട് എങ്ങനെ സ്നേഹിക്കാം? കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇതിന് മുമ്പ് കസിൻസിന്റെ ഫ്രണ്ട്സിന്റെ വെഡിങ്ങിന് പോകുമ്പോൾ കീനായിട്ട് ഓരോന്നും വാച്ച് ചെയ്യോ, എന്നിട്ട് ഓരോ പോയിന്റ്സ് ടു ബി നോട്ടഡ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ
ഒക്കെ ഓരോ ഡെസ്റ്റിനേഷൻ വെഡിങ്സോ അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും ഭംഗി ഉള്ളപ്പോ ഞാൻ എന്തിനാണ് വേറൊരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ, അതിൽ തന്നെ നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ നിൽക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തു. നമ്മള് രണ്ടുപേരും ഫാമിലിയും കൂടെ ഡിസൈഡ് ചെയ്തു. ഫാമിലിയുടെ ഡിസിഷൻ. അതെ അതെ അതെ. പക്ഷെ ഞാനാണ് ഏറ്റവും പുൾ ബാക്ക് ചെയ്തോണ്ടിരുന്നത്. പൊതുവെ സ്നേഹ ഭയങ്കര ഒരു പ്ലാനിങ്ങിന്റെ ആളാണോ? എല്ലാ കാര്യത്തിലും എക്സ്ട്രീം പ്ലാനിങ്ങിന്റെ ആണോ? ആളാണ്. എനിക്ക് ഒരിക്കലും ലാസ്റ്റ് മിനിറ്റിൽ ഒരാൾ എന്നോട് വന്ന് ഇത് പറ്റില്ല സ്നേഹ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിക്കാറില്ല. അതിന് മുമ്പേ തന്നെ എങ്ങനെയെങ്കിലും അതിനെ അവരുമായിട്ട് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ then it's easier for me to. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സ്റ്റുഡിയോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാം. How about you? ഓൾമോസ്റ്റ് വെരി സിമിലർ. പക്ഷെ ഇത്രയും ടു ദ ടീ പ്ലാനിങ് ഇല്ല, ഒരു ഓവറോൾ പ്ലാനിങ് ഉണ്ട്. അപ്പോ അതേപോലെ ഒരു യു ഹാവ് എ ഡേറ്റ് ഓർ സംതിങ്, അന്ന് ബൈ ഷോ ഡേറ്റ് ആണെങ്കിൽ അന്ന് ബാക്ക്വേർഡ്സ് ആ പ്ലാൻ ചെയ്യാം. അപ്പോ ലാസ്റ്റ് മിനിറ്റ് അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നുമില്ല. നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തുകയും ചെയ്യും. ഓരോടത്തും നമ്മൾ ടൈമിനും രണ്ടുപേരും പങ്ക്ച്വലാ. ലൈക്ക് ഓരോ സ്ഥലത്തും പറഞ്ഞ സമയത്തിന് എത്തും. എല്ലാം നമ്മളെ സൈഡിൽ നിന്ന് ഒരാൾക്കും ഒരു തലവേദനയും സിനിമയുടെ തിയേറ്ററിൽ മറ്റേ എന്താ ഈ ട്രെയിലറും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വന്നിരിക്കും പോപ്കോണും ഒക്കെ ഇട്ട്, അങ്ങനത്തെ ആൾക്കാരാണ്. അതെ അതെ. ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം ഐറ്റിനറി നല്ല ക്ലിയർ ആയിട്ട് എല്ലാം ഉണ്ടാവും, ക്ലിയർ പിക്ചർ. അപ്പൊ ഇപ്പഴേ അറിയാം 23rd ഒരു ട്രിപ്പ് പോകാൻ, നെക്സ്റ്റ് മന്ത് പോകാൻ പ്ലാൻ ചെയ്താലും 25th ഇന്ന സമയത്ത് ഞങ്ങൾ എവിടെയായിരിക്കും എന്തായിരിക്കും ഉള്ളൊരു. ചില ദിവസങ്ങളുണ്ട് നമ്മള് ഒരു പ്ലാനിങ് ഇല്ലാന്ന് പോകുന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ മോറലെസ് ഒരു വലിയൊരു സാധനം എപ്പോഴും മനസ്സിലുണ്ടാവും. ഞാൻ അതോട് കൂടെ ജോയിൻ ചെയ്യുന്ന ഒരാളാണ്. ഞാനും അതേപോലത്തെ ഒരു പാർട്ടിയാണ്. പക്ഷെ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയ്ക്കും അതുപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവര് നമ്മൾ ഇതിനൊന്നും സമ്മതിക്കില്ല. അവര് വന്നു കഴിഞ്ഞാൽ ഒരു മേളാണ്, ഫുൾ ഡ്രസ്സാണ്. സോ അവര് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഓരോ പ്ലാനിങ്ങും കൊണ്ട് വരും, അല്ലെ കസിൻസ് ആയിക്കോട്ടെ. സോ അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് ചിലർക്ക് അത് ഭയങ്കര സഫോക്കേഷൻ ആയിരിക്കും. കാരണം ഒരു രീതിയിലും അവർക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെയല്ല. ബിക്കോസ് വേറെ ആരെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇല്ല. അല്ല, ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ വന്നു ഇന്ന് രാത്രി നമുക്ക് എങ്ങനെങ്കിലും പോവാം. അല്ല, ഫ്രീ ദ നെക്സ്റ്റ് 2 days പ്രശ്നമൊന്നുമില്ല. സംതിങ് സ്കെഡ്യൂൾ ഇപ്പൊ നാളെ ഷോ ഉണ്ട്, മറ്റന്നാൾ ഷോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നേ ഉള്ളൂ. വേറെ ആരെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ ഗോ വിത്ത് ദ ഫ്ലോ ആണ്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നിൽക്കുന്ന ടൈം നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അതങ്ങ് പോവും. അത് നമ്മള് ചിന്തിക്കുന്നതിന് മുമ്പേ ആ ടൈം പെട്ടെന്ന് അങ്ങ് പാസ്സായി പോകും. അത്രയ്ക്ക് അതിന്റെ പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല. നമ്മൾ ഓരോ സ്ഥലം കാണാൻ പോകുമ്പോഴാണ് എനിക്ക് ഓരോ സ്ഥലത്തെ എല്ലാം കാണണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് വി മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ചെക്ക് ഓഫ് എവറിത്തിങ്. അതേ ഉള്ളൂ. ഫ്രണ്ട്സിനോടൊക്കെ പോകുമ്പോൾ റിലാക്സ്. ഇനി ഈ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഓരോന്നും ചാർട്ട് ചെയ്യുന്ന കണ്ടപ്പം അരവിന്ദിന്റെ ചില ഒരു ഏരിയയിൽ തന്നെ ഇത്ര പ്ലാനിങ്ങിന്റെ എന്താ, ഞാൻ പലതും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, 3-4 years ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ബട്ട് സ്റ്റിൽ സർപ്രൈസ് ചെയ്യിപ്പിച്ച ചില മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് സ്നേഹയുടെ ഈ ഒരു പ്ലാനിങ് ഷെഡ്യൂൾ എല്ലാം കണ്ടപ്പോ. ഇതിനിടയിൽ എവിടെയെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനോ അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇടയ്ക്ക് ഉണ്ടാവും. പക്ഷേ അത് വി ഫൈൻഡ് എ മ്യൂച്വൽ. അവസാനം അതൊരു മ്യൂച്വൽ ഇതിലേക്ക് ഒരു ഡീലിലേക്ക് കൊണ്ടുവരണേ. ടു ബി ഓണസ്റ്റ് അങ്ങനെയല്ല. കാരണം അരവിന്ദ് ഞാൻ കത്തിക്കുന്ന ഫയർ അണയ്ക്കാൻ വരുന്ന ആളാ. എന്റെ മാച്ച് ബോക്സ് എന്റെ കയ്യിലാണ്, വെള്ളമാണ് ഇവിടെ. സോ ഈവൻ അസ്ട്രോളജിക്കലി ഐ ആം എ ഫയർ സൈൻ ആൻഡ് ഹി ഈസ് എ വാട്ടർ സൈൻ. അതിലൊന്നും വലുതായിട്ട് ഇതില്ല. ബട്ട് ദാറ്റ് മേക്സ് സെൻസ്. അങ്ങനെയാണ്. അപ്പോൾ ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു വെൻഡറായിട്ട് വരുമ്പോൾ I'll just be like 1 second. എന്നിട്ട് ഞാൻ അരവിന്ദിന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ നോ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അതിൽ വന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന ആളാണ് ഹി. അതർവൈസ് ഞാനാണ് യൂഷ്വലി നമ്മൾ തമ്മിൽ ഡിസഗ്രീമെന്റ്സ് അധികം ഉണ്ടാവാറില്ല. ബാക്കി ഈ കാര്യത്തിനാണെങ്കിലും ഹി ലെഫ്റ്റ് മീ ടു മൈ ഡിവൈസസ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ മാത്രം മതി. ആ ഒരു സംഭവമായിരുന്നു. ലൈക്ക് രജിസ്റ്റർ മാരേജ് ആണെങ്കിലും ഐ ആം ഫൈൻ. ആ ഒരു മാത്രം മതി. അതെ. അപ്പൊ പിന്നെ ഹി വാസ് ഫൈൻ വിത്ത് ഞാനിത് ഈ ഒരു സാധനം വെക്കണം, അങ്ങനെ ഒരു ഫോട്ടോ ബൂത്ത് വെക്കണം, ഇത് all of that was fine by him. അങ്ങനെ നിന്നെ മാത്രം മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട, കല്യാണത്തിന് സ്നേഹം മാത്രം മതി. ഇത്ര അധികം സ്നേഹയോട് സ്നേഹം തോന്നാൻ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? അങ്ങനെ ഒന്നായിട്ട് പറയാനില്ലല്ലോ. എന്തൊക്കെയാണ് പല ഫാക്ടേഴ്സ്?
ഒന്നാമതേ ഐ ലൈക്ക് ദ വേ ഐ ആം അറൌണ്ട് ഹെർ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് ഐ ബിക്കം എ ബെറ്റർ പേഴ്സൺ ആഫ്റ്റർ ഐ ഹവ് മെറ്റ് ഹെർ. ആണോ? അതായത് ഇൻ ടേംസ് ഓഫ് ഗ്രൂമിങ് മാത്രമല്ല, ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, കുറച്ചും കൂടെ ഞാൻ പുറത്ത് പോയി തുടങ്ങി ആൾക്കാരുടെ അടുത്ത് ടേക്കിംഗ് ഇനീഷ്യേറ്റീവ് ആൻഡ് ഗോയിങ് ആൻഡ് സ്പീക്കിംഗ് ടു പീപ്പിൾ. പണ്ട് അതേ ഇല്ലായിരുന്നു, Introvert ആണോ? ഭയങ്കരമായിട്ടായിരുന്നു പണ്ട്. ഓ. ഇവളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് മാറിയത്. ഓ. അപ്പൊ ദാറ്റ് ഈസ് ആക്ച്വലി അത് കാരണം എനിക്ക് കുറെ ഗുണം ഉണ്ടായിട്ടുണ്ട്. വർക്ക് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ കുറെ വന്നിട്ടുണ്ട് ബിക്കോസ് ഐ എം ഗോയിങ് ദെയർ ആൻഡ് മീറ്റിംഗ് പീപ്പിൾ. Wow, ഇവള് nice. കുറെ പറയും. സോ ദാറ്റ്സ് റിയലി Yeah. ഹെൽപ്ഡ് മീ. ആൻഡ് ഷീസ് ഓൾ ബീൻ സെയിം പണ്ട് മറ്റേ ഒരു ഷർട്ട് തന്നെ ഒരു 2-3 ആഴ്ച എങ്ങനെ ഇടുന്നേ അങ്ങനത്തെ ബേസിക് ആദ്യം കാണുമ്പോൾ അപ്പിയറൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഹസ് ചേഞ്ച്ഡ് ഓവർ ദ ലാസ്റ്റ് 4 years. അപ്പൊ ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് സ്നേഹം അട്രാക്ട് ചെയ്തത്? അതെന്താ വെച്ചാൽ ഞാൻ ആദ്യമേ നോക്കിയപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി, നമ്മൾക്ക് കംപ്ലീറ്റ് അറ്റൻഷൻ തന്ന് നമ്മളോട് സംസാരിക്കും. അല്ലാതെ നമ്മളോട് ഒരാൾ കോൺവെർസേഷൻ നടത്തുമ്പോൾ നമ്മൾ അവരുടെ കണ്ണിൽ നോക്കി അവർ പറയുന്നത് കേട്ട് ഹി വാസ് എ ഗുഡ് ലിസണർ എന്ന് എനിക്ക് തോന്നി. ആ ഒരു ഭയങ്കര കാമിങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നില്ല ആര് അരവിന്ദനെ മീറ്റ് ചെയ്താലും എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടാവുമെന്ന്. സോ ഹി വാസ് ലൈക്ക് എ ജെന്റിൽമെൻ ആ ഒരു കാര്യത്തിൽ. പിന്നെ വി ജസ്റ്റ് ക്രോസ്ഡ് ഫോർ സം റീസൺ. ഇവിടെ വന്നപ്പോൾ എനിക്കും ആരെയും ഇവിടെ അധികം അറിയില്ല. ഐ ഷിഫ്റ്റ് ടു ട്രിവാൻഡ്രം ഫ്രം ബഹ്റൈൻ 2022. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ എനിക്കും വലുതായിട്ട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ ഹി എക്സ്റ്റെൻഡഡ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. ഹി സെഡ് we've met once. ബഹ്റൈനിൽ വെച്ച് ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് we were friends on Facebook. എന്റെ അച്ഛന് സ്നേഹന്റെ ഫാമിലി ആയിട്ട് കണക്ട് ആണ്. വേണിച്ചേട്ടൻ അതായത് പരിചയമുള്ളതാണോ? എന്റെ അച്ഛനും അങ്കിളിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അങ്കിളും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ അറിയായിരുന്നു. അപ്പൊ ബഹ്റൈനിൽ പോകുമ്പോ അറിയാവുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയി കഴിക്കുക, അങ്ങനത്തെ ഒരു അതെ. അപ്പൊ അതേപോലെ ബഹ്റൈനിൽ ഞാനും അച്ഛനും ഒരു ഷോന് 2019 or 18 ഷോന് പോയപ്പോ സ്നേഹന്റെ വീട്ടിലാണ് വി വെന്റ് ഫോർ ഡിന്നർ. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിലാണ് സ്നേഹ ആദ്യമായിട്ട് കാണുന്നത്. ഓ, അങ്ങനെ ഒരു ഹൈ ബൈ പറഞ്ഞു. എന്നിട്ടാണ് FB ഫ്രണ്ട്സ് ആയത്. ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയി. സോ ദെൻ once she moved here, I got to know that she moved here. ഇവളുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന എന്റെ ഫാമിലി ഒരു മെമ്പർ തന്നെയായിരുന്നു. So they told me. അപ്പൊ അങ്ങനെ വി റാൻ ഇൻ ടു ഈച്ച് അതർ. പിന്നെ then we started meeting regularly since she was here. അങ്ങനെയാണ് ഇഷ്ടത്തിലാവുന്നത്. നിങ്ങൾ വേറെ ഏതൊരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ വെച്ചിട്ടല്ലേ? അതാണ് സംഭവിച്ചത്. സോ ഇത് നമ്മൾ ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട് നമ്മൾ 1-2 പ്രാവശ്യം ബാഡ്മിന്റൺ ഒക്കെ കളിക്കാൻ പോയി. There was nothing else. കോവിഡ് ടൈം, സെക്കൻഡ് ലോക്ക്ഡൌൺ ആയിരുന്നു. സോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അധികം ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. ഹീസ് ബിസി. അപ്പോ ഒരു ഫിലിം റിലീസ് ഉണ്ടായിരുന്നു ഫോർ ഹിം ദാറ്റ് ഹി വർക്ക്ഡ് ആസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പൊ അതിന്റെയും പ്രോജക്റ്റിലും ഹീസ് ബിസി, ഐ ആം ഓൾസോ ബിസി. പിന്നെ എങ്ങനെയോ നമ്മൾ രണ്ടുപേരും ഒരേ കല്യാണത്തിന് ഒറീസയിൽ എത്തിപ്പെട്ടു. അതറിഞ്ഞിട്ടില്ല നിങ്ങള്? ഞങ്ങൾക്ക് പ്രീവിയസ്ലി അറിയില്ലായിരുന്നു ഫോർ ഷുവർ ദാറ്റ് നമ്മള് ഇതേ വെഡിങ്ങിനാണോ പോകുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു. എന്റെ കോളേജ് ജൂനിയറിന്റെ കല്യാണം ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു. അപ്പൊ ഷീ ഓൾസോ കെയിം. ഐ വാസ് ഓൾസോ ദേർ. ആൻഡ് നമ്മൾക്ക് ജസ്റ്റ് വേഗ്ലി അത്രയും കോൺവെർസേഷൻ ആ സമയത്ത് അത്രയും ഉണ്ടായിരുന്നില്ല. ദാറ്റ് എവിടെയാ പോകുന്നത്, എപ്പോഴാ പോകുന്നത്, അങ്ങനത്തെ അറിയുന്നുണ്ടായിരുന്നില്ല. കല്യാണത്തിന് പോണതിന് 1-2 ദിവസം മുമ്പാണ് ഇവള് ചോദിക്കുന്നത് ഇവരുടെ കല്യാണത്തിനാണ് ഒറീസയിൽ പോകുന്നത്. അതെ, ഞാനും അതേ കല്യാണത്തിനാ പോകുന്നത്. പക്ഷെ ഞങ്ങൾ വന്നത് 2 സ്ഥലത്തുനിന്ന്. So he came from Kochi and I came from Trivandrum. അതെ. പക്ഷെ ഞങ്ങൾ ഒരു സൈൽ ഒരുമിച്ച് എത്തി. ഞങ്ങൾ രണ്ടുപേരും മലയാളികളായിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ. നമ്മൾ കുറച്ചു നേരം അതെ ആ ഒരു 3-4 ദിവസം നമ്മൾ ഒറിസ എല്ലാം കണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ നമ്മൾ ഒത്തിരി ഹാങ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു മോർ ദാൻ ലൈക്ക് ഒരു 1-2 hours ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ആ ഒരു സമയത്താണ്. പ്രോബബ്ലി അതിനു മുമ്പേ ഇഷ്ടമായിരുന്നു ഒരു ആസ് ഇൻ സെൻസ് ആയിട്ടുള്ള ഒരു ക്രഷ് ഉണ്ടെന്നുണ്ടായിരുന്നു. പക്ഷെ ഐ തിങ്ക് ദാറ്റ് ഡെവലപ്ഡ് ഫർദർ മേ ബി അവിടുന്ന്. മൊത്തത്തിലൊരു സിനിമാറ്റിക് സംഭവമാണല്ലോ ഇത്. കുറെ സിനിമകൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും ഞാൻ കാരണം എന്നെ കൊണ്ടുപോയി എന്റെ ഫ്രണ്ടും കല്യാണം കഴിച്ച പെണ്ണും രണ്ടുപേരും അവകാശപ്പെടുന്നത് അവര് കാരണമാണ് ഇത് സംഭവിച്ചതെന്നാണ്. അങ്ങനെ ഒറീസയിൽ നിന്ന് നിങ്ങൾ മടങ്ങിയപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ, പക്ഷെ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്തോ? ഇല്ല. പക്ഷെ എവിടെയോ ലോക്കായി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് റെഗുലർലി മീറ്റ് ചെയ്യാൻ തുടങ്ങി. ആസ് ഇൻ ഒരു ആഴ്ച 2-3 പ്രാവശ്യം ഗോയിങ് ഫോർ മൂവീസ് ടുഗദർ, എന്താ ഡിന്നേഴ്സിന് അങ്ങനെ പോകും. അങ്ങനെയാണ്. സോ ഒരു ഗ്രാജുവലി ഇറ്റ് മൂവ്ഡ് ഇൻടു എ റിലേഷൻഷിപ്പ്. അങ്ങനെയായിരുന്നു അത്. ബിക്കോസ് നമ്മൾ തന്നെ അറിയാതെയാണ് ഇത് സംഭവിച്ചത്. ആരാ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തേ? ഞാനാ. എങ്ങനെയാ പറഞ്ഞേ? അങ്ങനൊന്നുമില്ല. ഞങ്ങൾ റെസ്റ്റോറന്റിലായിരുന്നു ആ സമയത്താണ്. ഐ ടോൾഡ് ഐ റിയലി തിങ്ക് ഐ ലൈക്ക് യു, ലൈക്ക് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഡു യു തിങ്ക്
ലൈക്ക് വി കൻ ഡെവലപ്പ് ദിസ് ഇൻടു എ റിലേഷൻഷിപ്പ് അങ്ങനെയായിട്ട് ഞാൻ പറഞ്ഞു. അതെ അതെ അതെ. പക്ഷെ അത് പറയുമ്പോ അരവിന്ദന്റെ ഉള്ളിൽ ഒരു ഫിയർ ഉണ്ടായിരുന്നു, ഈശ്വര എങ്ങാനും ഞാനിത് പറയുമ്പോൾ അവള് നോ പറയോ? ഇല്ല, ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഷീ ലൈക്ഡ് മീ. ആ പോയിന്റ് എത്തിയിട്ടേ ഞാൻ ചോദിച്ചുള്ളൂ. he was very നാണം കെടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഐ വാസ് വെരി ഷുവർ ഷീ ലൈക്ഡ് മീ. എന്തായാലും യെസ് പറയുന്ന ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു അപ്പൊ ഇത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൊരു അതെ, ഞാനും ഇങ്ങനെ എന്റെ മനസ്സിലത് ഉണ്ടായിരുന്നു. ലൈക്ക് എപ്പോഴായിരിക്കും ഇതിനെ നമുക്കൊരു റിലേഷൻഷിപ്പിലേക്ക് മാറ്റാൻ പറ്റുക എന്നുള്ള ചിന്ത നാച്ചുറലി നമുക്ക് ഉണ്ടാവുമല്ലോ, അത് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, ദാസാന്ന് പറയുന്ന പോലെ. അപ്പൊ ഞാനും ഇങ്ങനെ ഐ വാസ് പേഷ്യന്റ്ലി, ബട്ട് ഐ വാസ് റിയലി എൻജോയിങ് ഹിസ് കമ്പനി. നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മിസ്സിങ് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. വി വർ ഹാങ്ങിങ് ഔട്ട് ക്വൈറ്റ്. വെരി റെഗുലർലി. ഇൻ കേസ് അന്നേരം അരവിന്ദ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും പരിചയപ്പെട്ടോ ചോദിക്കാണ്. ഐ തിങ്ക് യു ആർ റിയലി സ്മാർട്ട്. അപ്പം അരവിന്ദ് അത് അന്നേരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ സ്നേഹ കേറി പറയായിരുന്നോ? ഞാൻ പറഞ്ഞേനെ. ആണല്ലേ? എനിക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു യു ആർ റിയലി സ്മാർട്ട്. ആ ഒരു അങ്ങനത്തെ ഒരു ഹെസിറ്റേഷൻ ഇൻഹിബിഷൻ ഒന്നും ഇല്ല. ഇല്ല, അങ്ങനെ ഒരു ഹയറാക്കി ഒന്നും ഒരു പ്രോട്ടോകോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയല്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനും ലൈക്ക് അതേ ടൈം, ആ കറക്റ്റ് ടൈമിൽ തന്നെ അരവിന്ദനും അത് തോന്നി. എനിക്കും അറിയായിരുന്നു ദാറ്റ് ഹി ലൈക്ക് മീ. സോ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് ഫോഴ്സ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് അറിയത്തില്ലെങ്കിലാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത് അതും ഇതൊക്കെ. പക്ഷെ ഐ വാസ് എന്നിട്ട് കല്യാണത്തിന് മുമ്പ് we went to the same restaurant, like we wanted to go there as like boyfriend and girlfriend before we got married. And he proposed with അതേ restaurant we went there like 2-3 days before marriage. 5th December. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ടും പോയില്ലേ? ഹസ്ബൻഡ് വൈഫ് ആയിട്ട് പോയില്ലേ? കല്യാണം കഴിച്ചിട്ട് പോയിട്ട് അതേ ടേബിൾ തന്നെ കിട്ടിയോ? ഞങ്ങൾക്ക് ആ ടേബിൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോഴും അവിടെ ആ ടേബിൾ കിട്ടുന്നില്ല. ഓ, ഡിമാൻഡ് ആണ്. അത് നിങ്ങളെ പോലെ ആൾക്കാരെ ലോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ടേബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു പാട്ട് തന്നെ അങ്ങ് എഴുതി സമ്മാനിച്ച് പാടി കേക്കട്ടെ ആ പാട്ട്. ലിറിക്സ് എടുക്കാം കേട്ടോ. ലിറിക്സ് തമിഴ് അതാണ്. സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ലിറിക്സ്, ലിറിസിസ്റ്റ്. പക്ഷെ എന്നാലും പൂമാലൈ പൂമാലൈ நம் தோளில் தாலாட்டும் நல்வேளை இவன் மார்பில் இளமானின் விழிசாயும் மணநாளோ தலை சாயும் இவள் நாணம் மூக்கில் மூடும் மினிகே அலை பாயும் இவள் ஆசை இசை பாடும் நினைவே திருமண பூவாசம் வீச பூமாலை நம் தோளில் தாலாட்டும் நல்வேளை இவன் மார்பில் இளமானின் വിഴിസായും മണനാളോ. സ്വന്തം കല്യാണത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരികൾ എഴുതി ചിട്ടപ്പെടുത്തി പാടി. ഗ്രേറ്റ്. എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, ആ സമയത്ത് എന്നോട് ചോദിക്കുമ്പോ ഞാനിത് റിയലൈസ് ചെയ്യുന്നില്ല. ഇപ്പൊ അതിന്റെ ഫുൾ മെമ്മറീസ് തിരിച്ചു വരുക മനസ്സിലോട്ട്. അതെല്ലാം ഈ പാട്ട് കേൾക്കുമ്പോ ഇപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് അൺറിയൽ ആയിട്ട് തോന്നുന്നു. എനിക്ക് ആ സമയത്ത് നമ്മൾ ഈ പ്രോസസ്സിലായിരുന്നോണ്ട് നമ്മൾ അതിന്റെ ആ ഒരു എന്താ ഇമ്പോർട്ടൻസ് റിയലൈസ് ചെയ്തില്ല. പിന്നെ വാട്ട് എ മാജിക്കൽ സോങ്. ലൈക്ക് എനിക്ക് അതിന്റെ ആ ഒരു ഫ്രെയിമിങ് സമയത്ത് എനിക്കറിയാം, എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഇതിന്റെ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ വരും, ഇതിങ്ങനെ വരും എന്നൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഫൈനൽ സോങ് വന്നപ്പോ ഇറ്റ് വാസ് എൻ ആക്ച്വൽ സോങ്. സോ നമ്മൾ ജസ്റ്റ് മൂളുന്ന പോലെ ഒരു പാട്ടല്ല, പാടുന്ന പോലെ അല്ല, നമ്മൾ ഫുൾ ഒരു സോങ് റെക്കോർഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത്. സോ ആക്ച്വലി ഈ പാട്ടില് മൃദംഗം വായിച്ച ആളാണ് ഞങ്ങളുടെ കല്യാണ സമയത്ത് കെട്ടണ സമയത്ത് മൃദംഗം വായിച്ചത്. അത് കോയിൻസിഡന്റലി സംഭവിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേര് മഹേഷ്. മഹേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹി ഓർ ഷീ സെഗ്മെന്റ് ആണ്. അപ്പൊ അതിൽ പെട്ടെന്ന് നിങ്ങൾ ആരാന്ന് വെച്ചാൽ അരവിന്ദ് ആണ് അരവിന്ദ് പോയിന്റ് ചെയ്ത് പറഞ്ഞോളാം, സ്നേഹാണ് സ്നേഹ, പേര് ചാടിക്ക് പറഞ്ഞോളാം കേട്ടോ. Who is more strict in taking decisions? Strict in taking decisions ഉദ്ദേശിച്ചത് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുന്ന ആളാണ്. അങ്ങനെയൊന്നല്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു വെക്കാം. കാര്യമുള്ള കാര്യത്തിനൊക്കെ ഞാനാ. അല്ലെങ്കിൽ
കാര്യമില്ലാതെ കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ആണ്, ആവശ്യമുള്ളതിനൊന്നും സ്ട്രിക്റ്റ് അല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, ലൈക്ക് ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒരു പുറത്ത് പോവാനായിട്ട് ഒരു 5 മിനിറ്റ് ഉള്ളൂ, നമ്മൾ എന്തായാലും പുറത്ത് പോവാണ്, അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം അവിടെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ പോയി വെച്ചിട്ട് വരും. നമ്മൾ എന്തായാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പോവാം, അപ്പൊ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അത് ചെയ്താൽ പോരെ. അങ്ങനെ ഇറങ്ങുമ്പോ അതും കൊണ്ട് പോയാൽ പോരെ, പുറത്ത് വെച്ചിട്ട് പോയാൽ പോരെ. അങ്ങനെ ചിന്തിക്കില്ല, ഇപ്പൊ തന്നെ പോയി ചെയ്യണം, തിരിച്ചു വരണം, എന്നിട്ട് പിന്നെയും പോവും. സോ അപ്പൊ ഞാൻ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്, അപ്പൊ അത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ പോലും താഴെ ഒരു സാധനം കൊണ്ടുപോയി വെക്കണമെങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് വന്നിട്ട് പിന്നെ തിരിച്ച് താഴെ ഇറങ്ങിപ്പോവും. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതെ, ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച പോലെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ. അതെ അതെ അതെ. വാശിയുള്ളേ? വാശി അങ്ങനൊന്നും ഇല്ല. എന്ന് പറഞ്ഞാല് എല്ലാ മെസ്സേജിനും അപ്പൊ തന്നെ, ഞാനും ഇപ്പൊ അങ്ങനെയാണ്, ബിസിനസ് കാരണം എല്ലാ മെസ്സേജും അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യണം. പിന്നെ അവർ പിന്നെ മെസ്സേജും പിന്നെ അപ്പൊ തന്നെ റിപ്ലൈ അങ്ങനെ കുറച്ച് ഫോണിൽ നോട്ടിഫിക്കേഷൻ ഇല്ലേ, എനിക്ക് തീരെ പറ്റില്ല. ഒന്നും ഇല്ലെങ്കിൽ മറ്റേ 100 ആക്കി വെക്കും, ഞാൻ റെഡ് ആക്കി വെക്കുകയല്ല, സോ ദാറ്റ് ആ നോട്ടിഫിക്കേഷൻ കണ്ടിരിക്കാൻ വേണ്ടി. ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ല, ഇതൊന്നും മെസ്സേജ് ഇട്ടില്ല. കാണുമ്പോണ്ടല്ലോ OCD ഉണ്ടോ? OCD അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് OCD കാരണമാണ് എനിക്ക് അങ്ങനെ കാണുമ്പോഴത്തെ ബുദ്ധിമുട്ടെന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. കാണാൻ ഇഷ്ടമല്ല പൊതുവെ. ഞാൻ വിചാരിച്ചു OCD-ക്കാർക്കായിരിക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുക. ഒരു ആപ്പിലും എനിക്ക് മറ്റേ നോട്ടിഫിക്കേഷൻ വരുന്ന ഇഷ്ടമല്ല. ക്ലിയർ ആയിട്ട് കിടക്കണം. അതുകൊണ്ട് ഒന്ന് നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി വെക്കും. പക്ഷേ ഈ വാട്സാപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ബിക്കോസ് ടൈംലി റെസ്പോൺസ് വേണ്ടതുകൊണ്ട് അതൊക്കെ. പക്ഷെ അതെല്ലാം മെയില്, അതെല്ലാം അതായത് ഈ സ്പാം മെയിൽ ആണെങ്കിലും ഒന്നില്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാം മറ്റേ റൈറ്റ് സൈഡ് ഇത് തന്നെ. വിയേഡാണ്, കുറച്ച് വിയേഡാണ്. അതെ, അതുപോലത്തെ ചില പ്രശ്നങ്ങൾ മാത്രം. അങ്ങനത്തെ വിയേർഡായിട്ട് വേറെ ഒന്നും അങ്ങനെയല്ല. നല്ല, ഞാനും അതേപോലെയാണ്, വളരെ ക്ലീൻ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര. ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോ മെയിൽ ബോക്സിലല്ലേ കിടക്കുന്നത്, ഞാൻ എനിക്ക് എന്തിന്റെ കേടാ, ഞാൻ പോയി ഫോൺ എടുത്ത് മെയിൽ ബോക്സ് എടുത്ത് എന്നിട്ട് എന്നാലേ അത് സമാധാനം കിട്ടുള്ളൂ. അതെ അതെ, അൺവാണ്ടഡ് തിങ്സ്. എനിക്ക് ഏതോ 20,000 മെയിൽസോ എന്തോ ഉണ്ട്, പക്ഷെ ഹി ഹാസ് ലൈക്ക് 5 or 6 മെയിൽസ്. ഒന്നും കാണില്ല. ഞാൻ വിചാരിക്കും ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഡിലീറ്റ് ചെയ്യാം, പക്ഷെ അങ്ങനെയല്ല. ഫോർ ഹിം എനിക്കും അങ്ങനെ. ഞാൻ തന്നെ ചിലപ്പോ വിചാരിക്കണ്ട എനിക്ക് പറ്റാണോ, അതോടെ കിടന്നാൽ എന്താ കുഴപ്പം, മൈൻഡ് ചെയ്യണ്ട. പക്ഷെ പറ്റൂല, അതുണ്ട്, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി കനോട്ട്. എന്ത് ചെയ്യാനാ മോളെ അല്ലേ? ശരി, പണം ചിലവാക്കുന്നതിൽ ഏറ്റവും പിശുക്കുള്ളത് ആർക്കാണ്? അതാണ് കല്യാണത്തിന് അച്ഛൻ എത്ര പൈസ സേവ് ചെയ്ത് കൊടുത്തു കല്യാണത്തിന് ഈ പിശുക്ക് കാരണം? അങ്ങനെ നല്ല രീതിയിൽ സേവ് ചെയ്തു. പക്ഷെ അത് അങ്ങനെ മാത്രമല്ല, ജനറലി ലൈഫിൽ ഒരു സാധനത്തിനെ 50 രൂപയ്ക്ക് കിട്ടാനൊരു വഴി ഉണ്ടെങ്കിൽ, ഞാൻ അത്രയും തലവേദന എടുത്തിട്ടാണെങ്കിൽ പോലും അത് 60 ഓൺലൈൻ ഷോപ്പിംഗ് ഒരു കലയാണ് ഇവളുടെ. എന്നിട്ട് എല്ലാത്തിനും ഞാൻ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റിന്. ഇതൊക്കെ ഇവള് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ ഷോപ്പ് ചെയ്യും. അങ്ങനെ കണ്ടോ, എന്ത് നല്ല ഭാര്യ. പൈസ എനിക്ക് അത്രയൊന്നും എഫേർട്ട് എടുക്കാൻ പറ്റില്ല. ഈ ഒരു മെന്റൽ പീസിന് വേണ്ടി ഞാൻ ഒരു 300 രൂപ എക്സ്ട്രാ കൊടുക്കാം. അതായത് മറ്റേ സ്വിഗ്ഗി ഡെലിവറിയിൽ മറ്റേ ഫ്രീ ഡെലിവറിക്ക് 10 രൂപ ഉണ്ട്, പക്ഷെ 10 രൂപയ്ക്ക് സാധനമൊന്നും ഇല്ല, 100 രൂപയ്ക്ക് ഓർഡർ ചെയ്യും. അത് ആവശ്യമില്ലാത്ത സാധനമായിരിക്കും, പക്ഷെ ഫ്രീ ഡെലിവറി കിട്ടി, അതൊരു സമാധാനം. അതെ, നമുക്ക് സാധനം കൂടുതൽ കിട്ടി, നമ്മുടെ ഡെലിവറിക്ക് എനിക്ക് ആ സാധനം ആവശ്യമില്ല, അപ്പൊ ഞാൻ ഓർഡർ ചെയ്യും. വേണ്ടില്ല എന്നുള്ളൊരു. ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാത്തിനും ഇച്ചിരി വളരെ വാച്ചോടെയാണ് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും. ബ്രാൻഡ് കോൺഷ്യസ് ആണോ? അല്ല, നോ, നോട്ട് അറ്റ് ഓൾ. ആണോ? എനിക്ക് അക്സസറീസ് അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ബ്രാൻഡ് ഫോക്കസ്ഡ് ആയിട്ട് മാത്രം അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആളല്ല. എനിക്ക് അതിൽ വലിയൊരു കാര്യം തോന്നിയിട്ടില്ല. ഞാൻ ഈ മാനുഫാക്ചറേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് എല്ലാവരും ചൈനയിലൊക്കെ ആണെങ്കിലും എല്ലാവരും തുറന്നു പറയാണ് ഇത് ആക്ച്വലി നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇത്രയും വിൽക്കുന്ന സാധനമാണ് ഇങ്ങനെ. അപ്പൊ അതൊക്കെ കൂടെ കേൾക്കുമ്പോൾ എന്റെ ആ ഒരു ഫീലിംഗ് ഇസ് റീഅഷ്യോർഡ്. പക്ഷെ ഇപ്പൊ നിങ്ങള് നോൺ ഫാമിലിയാണ്, റിനോൺ ഫാമിലിയാണ്, ഐ മീൻ
അരവിന്ദന്റെ വൈഫ് വേണിച്ചേട്ടന്റെ മോൾ എന്നൊക്കെ പറയുമ്പോൾ ബ്രാൻഡ് ക്യാരി ചെയ്യണം എന്നൊക്കെ ചില ആൾക്കാർക്കുണ്ടല്ലോ അങ്ങനത്തെ ഒരു തോട്ട്. ഇവര് തന്നെയല്ലേ ബ്രാൻഡ്? ഐ തിങ്ക് നമ്മുടെ ബ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഇസ് ദ ഗുഡ് വിൽ, അതായത് That's true. അതാണല്ലോ നമ്മൾ കീപ്പ് അപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ പുറത്തിടുന്ന സാധനം ബ്രാൻഡ് അല്ല. ബ്രാൻഡ് ഒന്നിലും കാര്യമില്ല, അതിലൊന്നിലും ഒരു I think the brand that my dad has built over the last few years, that he's just a nice guy. അങ്ങനെയല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കിന്റെ കാര്യത്തിലാണ് ഞാൻ അതെ, ചെയ്യുന്നത്. materialistic ഹാൻഡ് ബാഗ് ആയിട്ട് ആയിക്കോട്ടെ, ബാക്കി ഷൂസ് ആയിക്കോട്ടെ, വാച്ചസ് ആയിക്കോട്ടെ, ഇതൊക്കെ ബ്രാൻഡഡ് ആണെങ്കിൽ ഞാൻ ചില ഗോൾസ് സെറ്റ് ചെയ്യും, ഞാൻ അത് അച്ചീവ് ചെയ്യുമ്പോൾ ഞാൻ അത് വാങ്ങിക്കാം. ഓക്കെ, അങ്ങനെ ഒരു പ്രൈസ് റിവാർഡ് സിസ്റ്റം ആയിട്ട് അങ്ങനെ വാങ്ങിച്ചാലേ ഉള്ളൂ. ഗുഡ്. അല്ലാതെ ഞാൻ അങ്ങനെ എന്താ ബ്രാൻഡ് ഇത് ഉള്ളത് കൊണ്ട് എൻ്റെ വെഡിങ്ങിനാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ലെഹങ്ക, സംഗീത്തിന്റെ ലെഹങ്ക ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് വരച്ച്, അതായത് എൻ്റെ ഡിസൈനർ ഞാനും കൂടി ഇരുന്ന് വരച്ചുണ്ടാക്കിയതാ. എനിക്കൊരു ബ്രാൻഡിൽ പോയിട്ടൊരു ആ പ്രൈസിലുള്ള ഒരു സാധനം എടുക്കാൻ ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ദെയർ, അത് എടുക്കുന്നതിലും നമ്മൾ അതിന്റെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എത്ര എനിക്ക് വാല്യൂ ഫോർ മണി കിട്ടാമോ അത്രയും. സോ അതുകൊണ്ട് ഇപ്പൊ ഒരു ബ്രാൻഡിലും വാല്യൂ ഫോർ മണി എനിക്ക് തോന്നുന്നുണ്ടെങ്കിലേ ഞാൻ വാങ്ങിക്കുള്ളൂ, അല്ലാതെ ബ്രാൻഡിന്റെ പേര് കാരണം വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യില്ല. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ് ഏറ്റവും മികച്ച കുക്ക്? അത് രണ്ടുപേരും കുക്ക് ചെയ്യുന്നില്ല എന്നല്ലേ മുമ്പേ പറഞ്ഞത്? അത് ഞാനായിരിക്കും. Better. കുറച്ചും കൂടെ ഭേദമായിട്ട് cook ബെറ്റർ ചെയ്യുന്നത് ദാൻ ഞാനായിരിക്കും. മീ. ആണോ? തമ്മിൽ ഭേദം. നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങൾ ഒരു ഐ മീൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത്, ഫാമിലിയുടെ കൂടെ അല്ലല്ലോ? ഫാമിലിയുടെ കൂടെ അല്ല, ഒരുമിച്ചാണ് താമസിക്കുന്നത്. അത് ഫാമിലിന്റെ ഒരുമിച്ച്, ഞങ്ങൾ രണ്ടുപേരും വേറെ സെപ്പറേറ്റ് ആയിട്ടാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ്. സെപ്പറേറ്റ് ആയിട്ടാണ്. നമ്മൾ കുക്കിന് കൊടുക്കാൻ അത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും ഒരു കുക്കിന് പക്ഷെ എന്തൊക്കെ കുക്ക് ചെയ്യും അരവിന്ദ്? എനിക്ക് പൊതുവേ മറ്റേ ചിക്കൻ കറി വെക്കും, അല്ലാതെ മറ്റേ ബേസിക് കറികള്, തോരൻ, അതൊക്കെ വെക്കും. യൂഷ്വലി ഞാൻ കുക്ക് ചെയ്യുമ്പോ, അപ്പൊ ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ അതിൽ മേക്ക് ഷുവർ ഒരു വെജ് ഡിഷും കൂടെ ഞാൻ ഉണ്ടാക്കും. നോക്കിയാൽ ഇതൊന്നും ഡെയിലി സംഭവിക്കുന്നില്ല. പ്രോസസ്സാണ്. എന്റെ കുക്കിംഗ് 2-3 മണിക്കൂർ എടുക്കും. ടൈം എടുക്കും ചെയ്യാനായിട്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണത് ആക്ച്വലി. പക്ഷെ ഞാൻ ചെയ്തത് നല്ല വൃത്തിയായിട്ട് ചെയ്യും, അതാണ് എന്റെ കുഴപ്പം. അതൊരു ടാസ്ക് ആയിട്ട് ഇതേപോലെ ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നു. ടിപ്പിക്കൽ ഞാനൊരു വൈഫൈ ഞാൻ ആക്ച്വലി ഒരു പനീർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ പനീർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഐ ഹാവ് മെയ്ഡ് യു ദാറ്റ് മറ്റേ റൈസ് ആൻഡ് ദാറ്റ് പൊട്ടേറ്റോ കറി. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു സമയവും ഈ മൂഡൊക്കെ വന്നാൽ ഒന്ന് ട്രൈ ചെയ്യും. അതെ അതെ, അല്ലാതെ സ്പെഷ്യൽ ഒക്കേഷൻസ് വയ്യ അല്ലേ? അതെ അതെ, എന്തോ എനിക്ക് അതിലേക്ക് കയറണമെന്നുണ്ട്. ബിക്കോസ് ഐ റിയലി റെസ്പെക്ട് പീപ്പിൾ ഹു ക്യാൻ ഡു ദാറ്റ് സോ വെൽ. അതൊരു വലിയ ഇതേപോലെ ഒരു ആർട്ടാണ്. സോ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കത് ശരിക്കും ചെയ്യാൻ പറ്റണം. ജസ്റ്റ് ഫോർ ദ ആ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ട്. പക്ഷെ എപ്പോ കേറിയാലും എനിക്ക് വിശക്കും. അപ്പൊ ഞാനത് കഴിച്ചിട്ട് കിച്ചണിലോട്ട് കുക്ക് ചെയ്ത് കേറുമ്പോ വിശക്കും. അപ്പൊ കിച്ചണിലുള്ള ഉണ്ടാവോ കഴിക്കാൻ? അതെയാ, എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ കുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേറുന്നത്, പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ കിട്ടുന്നൊക്കെ കഴിച്ചിട്ട് കഴിയുമ്പോ വയറുന്നറിയാം. അപ്പൊ ഇത് വീണ്ടും ആക്ച്വലി ഇതാ സംഭവിക്കാം. പിന്നെ ആരാ കൂടുതൽ റൊമാൻറ്റിക്? I think him. Yeah. Oh, ആണോ? He is very romantic. സ്നേഹോട്ടല്ല. ഞാൻ വളരെയാണ്, പക്ഷെ ഇത്ര എന്താണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു മെമ്മറി റിഗാർഡിംഗ് ദാറ്റ്? എനിക്കത് റീസെന്റ് ഒരെണ്ണം പറയാം. ബിക്കോസ് ഞാൻ എന്നും എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ എനിക്ക് ഒബ്വിയസ്ലി സോങ് ഉണ്ടാക്കുന്നതും അതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനൊരു ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വന്നപ്പം ഭയങ്കര ലേറ്റായി, 9:30 ആയി. നമ്മൾ ബാക്ക് എൻഡ് വർക്ക് എല്ലാം തീർത്തിട്ട് ഇങ്ങനെ വരുമായിരുന്നു, ഭയങ്കര ക്ഷീണിച്ചപ്പം ഹി വാസ് ഫോർ സം റീസൺ ദേർ അറ്റ് ഹോം. അപ്പൊ പുള്ളി എനിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം പഴയ മലയാളം സിനിമ ഇഷ്ടമാണ് സംതിങ്. അപ്പൊ എനിക്ക് കാക്കക്കുയിലൊക്കെ ആ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പഴയ മലയാളം സിനിമ. സോ ഹി പുട്ട് എക്സാക്ട് സീൻസ് ഓൺ TV ആൻഡ് ദെൻ എനിക്ക് ഉള്ള ആഹാരവും പ്രോട്ടീൻ ഷേക്കും അതും ഇതും എല്ലാം സെറ്റ് ആക്കി സൈഡിൽ വെച്ചു, പുതപ്പ് വരെ സെറ്റ് ചെയ്ത് വെച്ചു. സോ ഞാൻ ജസ്റ്റ് കേറി ഇരിക്കുക, കഴിക്കുക, കാണാൻ. ഞാൻ വിചാരിച്ചു വാവ്, ഇറ്റ് വാസ് സോ റൊമാൻറ്റിക്. അതെനിക്ക് ജസ്റ്റ് ഇൻ ജനറൽ എനിക്ക് ആ ഒരു സഡൻലി ഒരു പീസ് ഓഫ് മൈൻഡ് വരുമല്ലോ.
ഒത്തിരി ടയേർഡായിട്ട് വന്നിരിക്കുമ്പോൾ ദാറ്റ്സ് സോ റിലാക്സിങ്. അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇറ്റ് വോണ്ട് ലൈക്ക് അതെനിക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുകയൊന്നുമില്ല. ദാറ്റ്സ് ജസ്റ്റ് ഫ്രം ഹിസ് സൈഡ് ഒരു ജെസ്റ്റർ. സോ ഐ വാസ് very touched. Very good. I think you're more lucky. Yeah. Than him. That is. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഒരാള് പറയും ചേട്ടാ നീ കാരണം എനിക്ക് വീട്ടില് സമാധാനമില്ല. സമാധാനമില്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. ഇത് കണ്ടോ ഇന്നിപ്പോ എന്താ ചെയ്തേക്കുന്നത് കണ്ടോ. കണ്ടു കുട്ടി വേണ്ട. അതുകൊണ്ട് ഫ്രണ്ട്സിനെല്ലാം ദേഷ്യമാണ്. ഞാൻ കാണുമ്പോ എല്ലാവരും എന്ത് ഭാഗ്യടാ കുട്ടിക്ക് കണ്ണ് ഈശ്വര ടച്ച്. വെക്കണം. ഓക്കെ.